ജീവിതത്തില് നമ്മളൊക്കെ ഇടയ്ക്കൊന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് തിരിഞ്ഞു നോക്കും. ഒരാള് പറയുമ്പോൾ നമ്മുടെ വിചാരം നാം അത് കേൾക്കുന്നു എന്നാണ്. അവരുടെ സ്വകാര്യ കാര്യത്തെ ചിന്തിക്കാൻ ഇതൊരു മാധ്യമമാക്കുകയാണ് ചെയ്യുന്നത്. അവരത് കേൾക്കല്ല. വലിയൊരു ബംഗ്ലാവിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ബംഗ്ലാവിനെ കുറിച്ചല്ല കേൾക്കുന്നത്. എന്റെ വീട് ഇങ്ങനെ കേട്ടോ, ഞാൻ ഇങ്ങനെ മതി. നമ്മളെയാണ് അതില് കാണുന്നത്. ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ജീവിതം ഭാഗ്യവാന്റെ ജീവിതമാണോ നിർഭാഗ്യവാന്റെ ജീവിതമാണോ പറയാൻ കഴിയില്ല. ചിലപ്പോ ചില പ്രമാണിമാരെ കുറിച്ച് വാർത്ത കേൾക്കും, നമ്മളെ കൂടെ പഠിച്ചായിരിക്കും. നമ്മൾ പഠിക്കാൻ മോശമായോണ്ട് ഇങ്ങനെ അയാൾ വലുതായി. വേറെ ചിലപ്പോ ചിലവര് ഉന്നത സ്ഥാനത്ത് നിന്നു നമ്മുടെ വീട്ടിൽ പണിക്ക് നിന്നിരുന്നവനായിരിക്കും ഉന്നത സ്ഥാനത്ത് എത്തും. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ഒരാള് കേരളത്തിലത്തെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയാണ്. ഇപ്പോ പരീക്ഷ പാസ്സായി, ഉന്നത ഉദ്യോഗസ്ഥനായി. ആ വിനയൊക്കെ അദ്ദേഹത്തിനുണ്ട് കേട്ടോ. എങ്ങനെയാണ് വിജയം പരാജയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോ തോന്നും നമ്മൾ വേദമാണ് തോന്നും, ചിലപ്പോ തോന്നും നമുക്ക് വിചാരിച്ച പുരോഗതി കിട്ടിയില്ല എന്ന് തോന്നും. എല്ലാ മനസ്സിലും അങ്ങനെ തോന്നും. എന്റെ മനസ്സിൽ തോന്നാറുണ്ട് വിചാരിച്ച പുരോഗതി കിട്ടിയില്ല കേട്ടോ. പിറ്റേ ദിവസം അതേ നേരത്ത് മനസ്സ് പറയും ഇതിൽ കൂടുതൽ ഇപ്പൊ എന്താ പുരോഗതി കിട്ടാറുള്ളത്. ഒരു പെരിച്ചാഴി വളർന്നാൽ എത്ര വളരും? ആ പെരിച്ചാഴിയുടെ വലിപ്പല്ലേ അപ്പോഴും കിട്ടുള്ളൂ. ഏത് പെരിച്ചാഴി? അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തില് 5 ചെറുപ്പക്കാർ കൂട്ടുകാരാണ്. ഈ 5 പേരും കൂട്ടുകാരാണ്. ഇപ്പൊ മറ്റേ ചില കാര്യങ്ങളുണ്ടല്ലോ, എല്ലാവരും കൂടി ഒരു ഒത്തുകൂടും, 5 ആളും. ഒരുത്തം വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ ചോദിക്കും ഇന്ന് ഇന്ന ആളെ കണ്ടില്ല എന്ന് പറയും. അങ്ങനെ 5 പേരും ഫ്രണ്ടായിരിക്കെ ഓരോരുത്തർക്കും പുരോഗതി ഉണ്ടായി. ഒരാള് പഠിത്തത്തിൽ ഉന്നത സ്ഥാനത്തെത്തി, വേറൊരാള് ബിസിനസ്സിൽ 1-ാം സ്ഥാനത്തെത്തി, മറ്റൊരാള് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കീർത്തി നേടി, 5-ാമനാകട്ടെ ഒന്നിനും കൊള്ളാത്ത മണ്ട. അങ്ങനെയുള്ളവരും ഉണ്ടാവില്ലേ ലോകത്ത്? എല്ലാത്തിലും അവര് മണ്ടന, ഒരു കാര്യത്തിലും അവരെ കൊള്ളില്ല. അപ്പൊ ക്രമേണ സ്വാഭാവികമായിട്ട് അവനൊരു അവഗണന വരും. 5 പേരും കൂടി തീരുമാനിക്കുമ്പോ ഈ പറഞ്ഞ വന്നില്ലെങ്കിലും പണ്ട കാര്യം വിട്ടുകളാ, അങ്ങനല്ലേ പറയാ. ഇവര് 5 പേരും ആരാ വലിയവൻ എന്ന് ചിന്ത പരസ്പരം ഉണ്ട്. ഈ അധമൻ എന്ന് നമ്മൾ വിളിച്ചോനും അവന്റെ ജീവിതത്തിനെ വിലയിരുത്തുന്നുണ്ടാകാം. എനിക്ക് ഒന്നിലും പുരോഗതി കിട്ടിയില്ലല്ലോ. എല്ലാവരുടെയും പരിഹാസ കഥാപാത്രമാവുന്നവരെ കണ്ടിട്ടില്ലേ? കഷ്ടമാണ്. സകലോരും മണ്ടെന്ന് വിളിക്കും.
ചില കാര്യങ്ങൾക്ക് അവർക്ക് വേണം. നമ്മള് മണ്ടെന്ന് വിളിച്ചാലും അവൻ മണ്ടനാവണമെന്നില്ല. എന്നെ മണ്ടെന്ന് വിളിക്കുന്നവരാണ് മണ്ടെന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കും. 5 പേരും വിലയിരുത്തുന്നു. ഞാനും ഈ 5 കഥാപാത്രത്തെ വിലയിരുത്തുന്നു. മണ്ടന്റെ കാര്യം ഞാൻ വിട്ടു. കാരണം മണ്ടനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. വിദേശത്ത് പോയിട്ട് പഠിച്ച് ബിരുദമെടുത്ത ഒരുത്തൻ നിസ്സാര കാര്യമാണ്. വേറൊരാൾ ഇവിടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കഴിഞ്ഞ വ്യക്തി വേറൊരാള് കണ്ടമാന സമ്പത്ത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അംഗീകാരത്തിൽ ഒരാൾ വരുന്നു. ഇവരൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുത്തം ചിന്തിച്ചു, ഈ പൈസ ഒന്നും പോരാ, വിദേശത്തുനിന്ന് ഏറ്റവും വില കൂടിയൊരു കാറ് ഇവിടെ കൊണ്ടുവരാം. അത് ഇവർക്കില്ലല്ലോ. ഓരോരുത്തരുടെ പ്രമാണിത്വം വിലയിരുത്തുന്നത് അവരുടെ ബംഗ്ലാവ്, അവരുടെ ബിരുദം, അവരുടെ വാഹനം. അതിൽ കയറിയില്ലെങ്കിൽ ശരി, വാഹനം മുമ്പ് കൊണ്ടുവിടും. ഇനി പുതിയൊരു വണ്ടി ഇറങ്ങിയെങ്കിൽ അതും വാങ്ങും. ഇയാൾ വിചാരിച്ചു വിദേശത്തു നിന്നൊരു വണ്ടി കൊണ്ടുവരാൻ. അങ്ങനെ വിദേശത്തു നിന്നൊരു കാറ് കൊണ്ടുവന്നു. ഈ പൊട്ടന്ന് പറയുകയും വിളിച്ചു. 5 ആളും കമ്പനിയാണല്ലോ. എല്ലാവരും വന്നു. നമുക്കൊരു ടൂറ് പോവാന്ന്, വനപ്രദേശത്തേക്ക്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ വനപ്രദേശത്തേക്ക് ടൂറ് പോകുമ്പോഴും ഓരോരുത്തരും അവരുടെ ഉപബോധ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ടാവില്ലേ, നമ്മുടെ ജീവിതം അവിടെ എത്തി, വിചാരിച്ച പുരോഗതി ഉണ്ടായോ? ഇവപ്പ ഈ വാഹനത്തിന്റെ ഉടമസ്ഥനാ. എനിക്ക് അങ്ങനെ ഒരു വാഹനം എനിക്ക് വാങ്ങാൻ പറ്റുമോ? വാഹനത്തിന്റെ ഉടമസ്ഥൻ ആലോചിക്കുന്നുണ്ടാവും. ഭാഗ്യവാനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞാലും ഇന്ന കാര്യത്തിന് മറ്റാളാണല്ലോ പ്രമാണി. പക്ഷെ പലതും സംസാരിക്കുന്നിടയില് കുറെ തവണ മണ്ടൻ വിളി കേട്ടല്ലോ. ഇതിന്റെ ഉത്തരം പറയാൻ ഞാനൊന്ന് മണ്ട, ഈ നമ്മുടെ മണ്ടൻ പറയുന്നത് പല ആവർത്തി പറഞ്ഞു. മണ്ടൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി സന്തോഷമായിട്ടൊരു യാത്ര പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ ഈ 4 പേര് എന്നേക്കാൾ വലിയവരാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് കേട്ടപ്പോ ഇപ്പുറത്തെ ആള് പറയണേ, അത് ഞാൻ പണ്ടേ വിചാരിച്ചാണ് നീ ഇറങ്ങിപ്പോയാ നന്നാവുന്നു. ഇപ്പുറത്തെ ആള് പറയാ, ഇതുപോലെ മണ്ട എന്നെ പോലെ അപശകുനമായിട്ടൊരുത്തല്ല, ഇറങ്ങിപ്പോണെന്നല്ല, നീ ഇപ്പൊ ഇറങ്ങി പോവാന്ന് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കി വിടുക. 4 പേരും കൂടി പരിഹസിച്ചു. മണ്ടൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാണ്, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ലേ. കാരണം ഈശ്വരൻ എന്നെ ശിക്ഷിച്ചിരിക്കുന്ന മണ്ടനായിട്ടാണ്. എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. താഴെ ഇറങ്ങി നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ച് മണ്ടൻ നടക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കണമായിരിക്കും ഗ്രാമത്തിലെത്താൻ. മറ്റവര് പോകുമ്പോ അടിച്ച് ഫിറ്റായി പുതിയ വാഹനത്തിൽ പോയിട്ട് എവിടേക്കാ പോയി വെച്ചോ അത്. അവരില് ഗൂഗിൾ മാപ്പ് വരെയുണ്ട്. പക്ഷെ ആ മാപ്പ് കൊണ്ടുപോയത് നേരെ അങ്ങനെയായിട്ട് പോയിട്ട് ഒരു കടങ്ങിലേക്ക് വണ്ടി അങ്ങോട്ട് വീണു. കംപ്ലീറ്റ് തകർന്നു. 4 പേരുടെ ജീവനും നഷ്ടപ്പെട്ടു. ആ മണ്ടൻ ഗ്രാമത്തിൽ മടങ്ങി വന്നു. ഗ്രാമത്തിലേക്ക് ഇവരൊക്കെ കിട്ടി.
എല്ലാവരും ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു, ആരാ ഭാഗ്യവാൻ, ആരാ ഭാഗ്യമില്ലാത്തവൻ? മുഴുവൻ ജീവിതം കഴിഞ്ഞിട്ടല്ലേ വിലയിരുത്താൻ പറ്റുള്ളൂ ഒരു കാര്യത്തെ പറ്റി. മറ്റൊരു നിർഭാഗ്യവാന്മാര് എന്ന് പറയാൻ പറ്റും. അതുവരെ ഒരു ഭാഗ്യവാന്മാരായിരുന്നു. ആ കാറ് ഒരുമിച്ച് കിടങ്ങല് കൊക്കയിലേക്ക് വീണ് മുഴുവൻ തീർന്നു. വിലയിരുത്തണ്ട. ധന്യമേ ജീവിതം അവസാനിപ്പിക്കുന്നത്. വെറുതെ ഇതൊന്നും വിലയിരുത്തി സമയം വേസ്റ്റ് ആക്കണ്ട. ഭാഗ്യവാനാര് നിർഭാഗ്യവാനാണ് ഏറ്റവും വലിയ ശക്തിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.